കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. എടിയാണെങ്കിൽ എന്താ പറയാ, ലോകത്തിൽ ഒരുപാട് തിയേറ്റർ ഉണ്ട്. പിന്നെ പബ്ലിസിറ്റിയിൽ പ്രതീക്ഷിച്ചാൽ മാത്രമേ തിയേറ്ററിലേക്ക് വരേണ്ട ആവശ്യമുള്ളൂ. കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊന്നും പോരെ. ഞാനൊരു ഓൺലൈൻ ഇന്റർവ്യൂ കാണുമ്പോൾ ഞാൻ പേര് പറയുന്നല്ലോ, അവിടെ കുറെ ആൾക്കാർ ചേർന്ന് നിന്നിട്ട് കുറെ നടിമാരുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. കുറെ നടിമാരുടെ ഫോണിലേക്ക് വിളിക്കുന്നു, അവരെടുത്തു കഴിഞ്ഞ് അവരെ മൂക്കി എന്ന രീതിയിലേക്ക് കാര്യം പറയുന്നു. അതിൽ സാനിയെ അവര് വിളിക്കുന്നുണ്ട്. ഒരപ്പിരിയാണേ അലിൻ ജോസ് പെരേരയാ റിവ്യൂ. അലിൻ ജോസ് പെരേരയാ റിവ്യൂ. 2003 ഒരു നവംബർ മാസം 5-ാം തീയതി ചുമ്മാ വിളിച്ചാ 6 നമ്പർ വന്നതേ, മനസ്സിലായോ? എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. ചുമ്മാ വിളിച്ചതാണ്. ചേച്ചിയുടെ ബാഡ് ബോയ്സിലെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, ചുമ്മാ വിളിച്ചാ. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. ആൾക്കാരാന്ന് കൂടി അറിയില്ലല്ലോ. അല്ല, ചില നടിമാരോ മറ്റേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യൂലല്ലോ. അതിൽ ഒരാളെ ഞാൻ അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് സാനിയെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് ചെയ്യുന്ന എന്റെ ഫ്രണ്ടിന്റെ കഴിഞ്ഞ ദിവസത്തെ പടത്തിന്റെ റിലീസായിരുന്നു. എവിടെയാ? അപ്പൊ വനിതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. ഞാൻ പിന്നെ പോയി സിനിമ കണ്ടോളാം. ബിക്കോസ് ദാറ്റ് പ്ലേസ് ഹാസ് ബിക്കം പേടി അവിടെ പോവാൻ. റോസിക്കന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് ഇങ്ങോട്ടെങ്കിലും പൊക്കോളൂ. ബിക്കോസ് ഈ കോപ്ര എന്തൊക്കെയാ അവിടെ കിടന്നു. ഓ മൈ ഗോഡ്. ഔചിത്യം എന്നൊരു സാധനം ഉണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഈ ചില സമയത്ത് പാവം തോന്നും. സാധുക്കളൊന്നും മനസ്സിലാക്കിയിട്ട് ഇവര് കിടന്ന് ഈ മീഡിയ കണ്ടന്റിന് വേണ്ടിട്ട് നിങ്ങൾ കോമാളിത്തരങ്ങൾ കാട്ടുകയാണല്ലോ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. സങ്കടത്തിലായിപ്പോ നിക്കണ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. കുടുംബത്തെ കയറ്റം കൊള്ളൂല്ലേ. കമന്റ് ബോക്സ് വരുന്നത് ഇപ്പൊ നടി നമുക്കെതിരെ പറയാൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. കാരണം 3-4 നടിമാരെ ഫോൺ ചെയ്തിരുന്നു. അത് ഫാനായെന്ന രീതിയിൽ നമുക്ക് നമ്പർ കിട്ടിയപ്പോൾ അവർ ആവേശത്തിൽ വിളിച്ചാണ്. ഒരുപാട് നടിമാരായിട്ട് കോണ്ടാക്ട്സ് ഉണ്ട്, ഫോൺ കോണ്ടാക്ട്സ് ചെയ്യലുണ്ട്. പക്ഷെ ആരെയും വിളിക്കാറൊന്നുമില്ല. പക്ഷെ ഇടയ്ക്ക് ഏതെങ്കിലും നടിമാർ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ആക്ട്രസിനെ വിളിച്ച സാധാരണക്കാർ എടുക്കൂല, വിളിക്കാറുള്ളൂ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഫാൻ ഗേൾസ് ഫോൺ എടുക്കാത്തപ്പോ വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചപ്പോ നടിമാരാണെന്ന് ഓക്കെ ഇങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഇത്രയും കുഴപ്പത്തിലും കുയിലി ചാടുമെന്ന് ഓർത്തില്ല. എന്ത് നല്ല മന്ദബുദ്ധി. ഈ വനിത തിയേറ്ററിൽ പടം കാണാൻ വന്നവരെല്ലാം അവരൊരു കോമാളികളാണ് അവരുടെ ഒരു വിചാരം. സത്യമോള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ക്യൂ മീഡിയയിൽ പറയുന്നു അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഞാൻ എന്താണ് അത്ഭുതപ്പെടുന്നു. പേര് പറയാൻ പറ്റത്തില്ല. അയ്യോ എന്തോ പേര് പറഞ്ഞാലും പേര് പറഞ്ഞില്ലെങ്കിലും അലിൻ ജോസ് പെരേരെന്ന് ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നതെന്ന് സാനിയപ്പ കമന്റ് ഇട്ട് നിർത്തിക്കൊന്നു പറഞ്ഞപ്പോ തന്നെ ആൾക്കാർ കമന്റ് അടിച്ചിട്ടുണ്ടാവും. അതായത് മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ സാനിയ പറയുന്നു മാർക്ക് കാണാൻ പോയപ്പോ എനിക്ക് പേടിയാവുന്നു. എന്താ പറയാ, ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ തിരിച്ചേ? ഞാൻ അവന്റെ മോന്തക്കിട്ടൊന്ന് കൊടുത്തു വരട്ടെ. പേടിയാണെങ്കിൽ എന്താ പറയാ, ലോകത്തിൽ ഒരുപാട് തിയേറ്റർ ഉണ്ട്. പിന്നെ പബ്ലിസിറ്റിയിൽ പ്രതീക്ഷിച്ചാൽ മാത്രമേ തിയേറ്ററിലേക്ക് വരേണ്ട ആവശ്യമുള്ളൂ. ഇനി എന്നെ കുത്തുവാക്ക് പറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും. നോക്കിക്കോ. സാനിയ ഒന്നും മനസ്സിലാക്കുക, അലിൻ ജോസ് പെരേര എന്ന വ്യക്തി ഒരു കോമാളിയല്ല. റോക്കറ്റോലൊക്കെ പോകണ്ട എന്തോത്തിനാ ഇതിനെയൊക്കെ അതി കയറ്റി വിടറ. ഇതിനൊന്നും ഭൂമിക്കാൻ പറ്റില്ല. ഇവനെയൊക്കെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് വേണം അവിടെ ചെന്ന് സൂര്യനെ കടുപ്പിച്ചു പകൽ എന്ന് പറഞ്ഞ പ്രതിഭാസം തന്നെ. സാനിയ ഒന്നും മനസ്സിലാക്കുക, അലിൻ ജോസ് പെരേര എന്ന വ്യക്തി ഒരു കോമാളിയല്ല. ഏതാണ് പിച്ചക്കാരൻ?